അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് വേറൊന്നുമല്ല, ഞാനൊരു ദോശ ചുടാൻ പോവാണ്. ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് കുറച്ച് സാമ്പാർ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഉച്ചയ്ക്ക് എടുത്തില്ല. മണി അറിയേണ്ടിട്ട് എന്നിട്ട് കഥനക്കട്ടയെന്ന് വെച്ച്. അപ്പോൾ ഞാനത് ഉച്ചയ്ക്ക് എടുത്തില്ല. അപ്പോൾ അമ്മ സാമ്പാർ വെച്ചതാ. അമ്മ നല്ല ചീത്ത പറയും. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാനൊരു ദോശ ട്രൈ ചെയ്യാൻ പോവാണ്. ഹെൽപ്പറായിട്ട് സച്ചുണ്ട് കേട്ടോ. അതെ, ഗോതമ്പ് ദോശയാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഗ്യാസ് ഓണാക്കി തരാൻ അമ്മയാണ് വന്നത്. കാരണം അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പാൻ ചൂടായിട്ടുണ്ട്. ഇത് മതി അമ്മ, ഹെൽപ്പറാട്ടോ എന്റെ ദോശ ട്രൈ ചെയ്യാൻ മണി വരെ ഇവിടെ ഹാജരാണ്. അത്ര ഫാൻസാ. അമ്മ ഇതായ ചട്ടയത്. അയ്യോ, ഞാൻ ദോശ മറിച്ചിട്ടു. പക്ഷെ കുറച്ച് അവസ്ഥ മോശമാണ്. മതി അമ്മ. അയ്യേ, ഇതാണ് ഇങ്ങനെ ഇരിക്കണ ദോശ. എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടി അമ്മ നിൽക്കണ്ടാട്ടോ. കാണിച്ചു അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ദോശ കേട്ടോ. അച്ചപ്പോൾ അതേ എൻ്റെ ദോശ തിന്നാൻ പോവാണ്. എങ്ങനെയുണ്ട്? വായിൽ വെക്കാൻ കൊള്ളില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അമ്മ ഭൂരിക്ക് വേണ്ടി കുഴക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ദോശ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സച്ചുവാണ് കഴിച്ചത്. അപ്പം എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ബ്രെഡ് തിന്നാൻ പോകാട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് വന്നു. അപ്പം ഞാൻ ദോശ തിന്നിട്ടില്ല. അപ്പോൾ അമ്മ ഞാനും കൂടി ബ്രെഡ് കഴിക്കാൻ പോവാണ്. നിങ്ങളുടെ വീട്ടിലുണ്ട് പപ്പട ഞാൻ ചോറിറങ്ങാത്ത ആൾക്കാര്. ഇവിടെ പപ്പടം ആവശ്യം പോലെ വേണം കുഞ്ഞുമട ഇവിടെ. അത് ഒരാൾ മാത്രല്ല, 4 ആളും. എനിക്ക് അങ്ങനെ പപ്പടം താല്പര്യമില്ലാത്ത ആളാണ്. വേറെ കുഞ്ഞാളുണ്ട്, മഞ്ഞ കളറാ. മഞ്ഞക്കാണ് ഈ പപ്പടം ഇരണ്ട അമ്മ. അത് പറയണ്ട അവൻ്റെ കാര്യം. ഇങ്ങനെ പൂച്ചകൾക്ക് പപ്പടം ജീവനുള്ള വല്ലവരുണ്ടോ? പൂച്ചഫുഡ് അവന് ഇഷ്ടമല്ല, പക്ഷെ പപ്പടം അയ്യോ അതില്ലാത്തൊരു ജീവിതമില്ല. ഞാൻ അതേന് പുറത്തേക്ക് വന്നപ്പോൾ മഴവില്ല് കണ്ടുകൂട്ടാ. ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഇപ്രാവശ്യം ഞങ്ങൾ എടുത്തു കൂട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ പപ്പ പറയാറ് എന്താണെന്നറിയോ, നമ്മൾ ഈ മഴവിൽ കണ്ടു കഴിഞ്ഞാൽ അതപ്പം മാഞ്ഞു പോകും.